അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നൊരു പുതിയ നീണ്ട വീഡിയോയിലൂടെ വെറൈറ്റിയായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു വിഷയത്തിന്റെ സത്യം വീക്ഷകന്മാരായ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നീണ്ട ചില വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി വീഡിയോയിലൂടെ വന്നിരിക്കുകയാണ്. അതായത്, ഇസ്ലാമിൽ ബദരീങ്ങളെക്കാളും ഷെയ്ഖ് മടവൂറാകുന്ന CM വലിയുള്ളാഹി തങ്ങൾപ്പാപ്പക്കാണ് സ്ഥാനമുള്ളത് എന്ന ആശയം വരുന്ന നല്ല ട്യൂണോടുകൂടെ ജനങ്ങൾ ആസ്വദിക്കുന്ന രൂപത്തിലുള്ള പാട്ട് പാടിക്കൊണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ഈമാനിൽ കളിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ചേഞ്ചസ് വരുത്തി അതിൽ ഒരുപാട് ആശയ ഭിന്നതകൾ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രംഗത്ത് വന്നത് എന്ന സത്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി അദ്ദേഹം പാടുന്ന ആ പാട്ടിന്റെ വരികൾ കാണിച്ചുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനും അതിന്റെ സത്യം മനസ്സിലാക്കി തരാനും ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി ആ പാട്ടൊന്ന് പാടിത്തരട്ടെ. പാട്. നല്ല ശ്രദ്ധിച്ചു കേട്ടോളി. പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. സുന്ദുസി മടവൂര് സിദ്റപ്പൂവേ, സിദ്റത്തുൽ മുൻതഹ കടന്നവരെ സുന്നത്തും കിതാബും. നല്ല രസമുണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ പാട്ട്. നല്ല ട്യൂണിലായി ഇസ്ലാമിന്റെ ആശയങ്ങളിൽ ഒരുപാട് ഭിന്നത ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് ബദരീങ്ങളെക്കാളും ഷെയ്ഖ് മടവൂരിനാണ് സ്ഥാനമുള്ളത് എന്നാണ്. പിന്നെ 313 ബദരീങ്ങൾ കൂടിയാലും ഷെയ്ഖ് മടവൂരിന്റെ സ്ഥാനത്തേക്ക് എത്തുകയില്ല എന്നൊക്കെ വളരെ അബദ്ധജടിലമായ വാദമാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് എല്ലാം എതിരാണ്. കാരണം ബദരീങ്ങളുടെ ഏറ്റവും വലിയ നേതാവല്ലേ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടത്തെ കുറിച്ച് ഹദീസിൽ എന്താണുള്ളത്? ലൗലാക ലൗലാ കമാ ഖലഖ്ത ലഫ്ലാഹ്. ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ അവിടുത്തെ സൃഷ്ടിപ്പുണ്ടായത് കൊണ്ടാണ്. നബി തങ്ങളെ സൃഷ്ടിച്ചിരുന്നു ഇല്ല എങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബദരീങ്ങളിൽ ഏറ്റവും വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ആളാണെന്നാണോ നിങ്ങൾ ഷെയ്ഖ് മടവൂർ തങ്ങളെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ നല്ല ഒരുപാട് മതങ്ങൾ പറഞ്ഞു. ഷെയ്ഖ് മടവൂരിന്റെ ജീവിതത്തിൽ ഉണ്ടായ കറാമത്തുകളും നന്മകളും, അവരെ ആ കറാമത്ത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജീവിതത്തെ നന്മകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒരുപാട് സംഘമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതാണ് നിങ്ങൾ ഷെയ്ഖ് മടവൂരിനെ കുറിച്ച് മധു പറയുന്നതിൽ അർത്ഥമുള്ളത്. അതേസമയത്ത് ബദരീങ്ങളെയെല്ലാം നിസ്സാരമാക്കിക്കൊണ്ട്, പിന്നെ ഷെയ്ഖ് മടവൂർ തങ്ങളെയും നിസ്സാരമാക്കിക്കൊണ്ട് ഇങ്ങനെ ഔലിയാക്കന്മാരെ പൊക്കി പറയുന്നതിൽ ഒരു ബന്ധവും ഒരു മഹത്വവും അതിൽ നിങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല എന്ന് ഈ ഒരു വീഡിയോയിലൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ബദരീങ്ങളെ കുറിച്ച് ഹദീസിൽ നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരുപാട് ക്ലാസ്സുകളിലും മറ്റും വീക്ഷകന്മാരായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താണ് അതിലുള്ളത്? ജിബ്രീലു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിച്ചു, ഫഖാല മാ തഉദ്ദൂന മിൻ അഹ്ലി ബദരി ഫീക്കും. നബിയെ, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അവരുടെ സ്ഥാനം ഇസ്ലാമിൽ എന്താണ്? ഫഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? എന്താണ്? മിൻ അഫ്ളലിൽ മുസ്ലിമീന, അവർ മുസ്ലിമുകളിൽ ടോപ്പ് ലെവലിൽ ഉള്ള ആളുകളാണ്. ഒരിക്കലും അവരെ നിസ്സാരമാക്കാൻ പാടില്ല, അവരെ തരം താഴ്ത്താൻ പാടില്ല, സമൂഹത്തിൽ അവരെ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരെ നാം എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കണം. ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് കാരണക്കാരായ ആളുകളാണ് ബദരീങ്ങൾ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ.